എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ എൻ്റെ തമ്പിനെ കണ്ടുപോലെ തന്നെ അതേ നമ്മൾ പ്രെഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8ൻ്റെ പ്രെഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്കിഷ്ടമുള്ളവരും അതിൽ വരണമെന്ന് ആഗ്രഹമുള്ളവരുടെയും മാത്രമാണ് ഞാൻ ലിസ്റ്റ് ഇപ്പം എടുത്തിരിക്കുന്ന. ഒരു 10 പേരുടെ മാത്രം ലിസ്റ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത്രയും ആൾക്കാർ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് ബിഗ് ബോസിലും. എനിക്കിഷ്ടമുള്ള ആൾക്കാരുമാണ്. അങ്ങനത്തെ കുറേ ആൾക്കാരിൽ നിന്നൊരു 10 ലിസ്റ്റ് മാത്രം ഞാനിപ്പോൾ എടുത്തിരിക്കുകയാണ്. ബാക്കി കുറേ പേരുണ്ട്. നമുക്ക് പോകെ ഓരോരുത്തരെ കാണിക്കാം. എന്നിട്ട് ഫൈനൽ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താകുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടും. പ്രെഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. പല അടുത്തൊന്നും ഞാൻ നോക്കി കണ്ടെടുത്താണ് എൻ്റെ സ്വന്തമായിട്ട് കിട്ടിയതൊന്നുമല്ല. പല യൂട്യൂബിൽ നിന്നും അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. അന്നേരം എനിക്ക് ഇഷ്ടമുള്ളൊരു വരുന്ന ആഗ്രഹമുള്ളവരെ കുറച്ച് ലിസ്റ്റാണ് ഞാനിപ്പം പറയുമ്പോൾ. എനിക്ക് ഫസ്റ്റായിട്ട് വരുന്നത് കുറേ നാളായിട്ട് നമ്മുടെ രേഖ രതീഷ് എനിക്ക് 2-3 ബിഗ് സീസണായിട്ട് ഇങ്ങനെ രേഖ രതീഷിൻ്റെ പേര് പറയുന്നുണ്ടല്ലേ. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് പേഴ്സണലായിട്ട് രേഖ രതീഷ് വന്നാൽ എങ്ങനെയുണ്ടോ. ബോൾഡായിട്ടുള്ള ഒരാളാണ് പേഴ്സണലി കാണുമ്പോൾ. അപ്പോൾ രേഖ രതീഷ് വന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വരുമെന്നാണെന്ന് പ്രതീക്ഷിക്കുന്ന പ്രെഡിക്ഷൻ ലിസ്റ്റിൽ 3-4 വർഷമായിട്ട് തന്നെ ഉള്ള ഒരാളാണ് രേഖ രതീഷ്. അപ്പോൾ 1 രേഖ രതീഷാണ്. 2 നമ്മുടെ ശ്രീവിദ്യ. അതുപോലെ ശ്രീവിദ്യയുടെ അങ്ങനെ പെട്ടെന്നൊന്നും എനിക്കൊന്ന് 1-2 പ്രാവശ്യമായിട്ടുള്ള പേര് വരാൻ തുടങ്ങി. ശ്രീവിദ്യ നമുക്കറിയാം, സ്റ്റാർ മാജിക്കിലുള്ള ശ്രീവിദ്യയാണ്. നല്ല കുട്ടിയാണ്. എനിക്കൊന്ന് നമ്മുടെ അനുമോട് കൂട്ട് തന്നെ കുറച്ച് കൊഞ്ചലും അങ്ങനെയൊക്കെ സംസാരമൊക്കെ ഉള്ളൊരു കൂട്ടത്തിലാണ്. പെട്ടെന്ന് തഗുകൾ പറയുന്ന ഒരു വ്യക്തിയാണ് ശ്രീവിദ്യ. അപ്പം ശ്രീവിദ്യയും വരാൻ ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബിജു സോപാനം നമ്മുടെ തട്ടിമുട്ടിയല്ല ഉപ്പുമുളകിലെ ബിജു സോപാനമാണ്. പുള്ളിക്കാരന് കുറേ വർഷമായിട്ട് ഇങ്ങനെ പേര് വരുന്നില്ല. ഓരോരോ അന്ന് സീരിയലിൻ്റെ ഷൂട്ടിങ് അങ്ങനത്തെ ഷൂട്ടിങ്ങൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം പേര് വന്നില്ല. ചിലപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഉപ്പുമുളകും തീർന്നിട്ടില്ല, അവരുടെ ഷൂട്ടിംഗ് ഒന്നും കാണുന്നില്ല. അപ്പം എനിക്ക് മിക്കവാറും ബിജു സോപാനം വരാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്, തള്ളിക്കളയുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് പാർവതി ബാബു നമ്മുടെ ആങ്കറാണ്. ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ട്. കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ കുറേ കോമഡി സീൻ പോലൊക്കെ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പണ്ട് പാർവതിയാണ്, ആങ്കറാണ്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അറിയായിരിക്കും. പാർവതി ബാബു വരാൻ ചാൻസ് കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം തൊട്ടൊക്കെ ഉണ്ടെന്നുണ്ട്. പിന്നെ നമ്മുടെ ജാസി ഇതുപോലെ ഞാൻ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ, അതായത് കുറേ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് ബിഗ് ബോസ്. അപ്പോൾ ജാസിയും കുറേ നാളായിട്ട് ബിഗ് ബോസ് പോകാനുള്ള ആഗ്രഹം പറയുന്നൊരു വ്യക്തിയാണ്. കഴിഞ്ഞ ഇയറിൽ സീസൺ 7 വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ 7 വന്നില്ല. ചിലപ്പോൾ ഈ പ്രാവശ്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ജാസിയാണ് അടുത്ത ലക്ഷ്മി നക്ഷത്ര. അപ്പോൾ ലക്ഷ്മി നക്ഷത്രം നമ്മൾ കുറേ നാളായിട്ട് ബിഗ് ബോസ് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കുറേ എനിക്കൊന്ന് അനുമോള് വന്നതിന് ശേഷമായി അടുത്ത് കുറേ ഇതായിട്ട് ലക്ഷ്മിയുടെ ആ ഒരു സ്ട്രോങ്നെസ് കുറവായിട്ട് വരുന്നുണ്ടല്ലേ. പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സ്ട്രോങ് കുറവായിട്ട് വരുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്രം ഇപ്പോൾ നമ്മുടെ അനുമോള് വന്നതിൻ്റെ കൂട്ട് ലക്ഷ്മി നക്ഷത്രം ഇപ്രാവശ്യം വരാൻ 100% 99% ചാൻസ് എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി നക്ഷത്രം എല്ലാവർക്കും അറിയാമല്ലോ, ആങ്കറായിട്ട് ലക്ഷ്മി നക്ഷത്രം അറിയാത്തൊരാരുമില്ല കേട്ടോ. എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ്. ഞാൻ പനിയായിട്ട് പിടിച്ച് ഇപ്പോൾ ട്രിപ്പൊക്കെ ഇട്ടിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് സിദ്ധാർത്ഥ് പ്രഭു നമ്മുടെ പഴയ തട്ടിമുട്ടിയിലും ഉണ്ടായിരുന്നു, ഇപ്പം ഉപ്പുമുളകിലും ഉണ്ട്. കുറച്ച് കഴിഞ്ഞ ഇടയിൽ കുറച്ച് വെള്ളം അടിച്ചിട്ട് ബഹളം ഉണ്ടാക്കിയതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നത്തിലൊക്കെ ഇടപെട്ടുള്ള ആരും ഒരിക്കലും വരത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ. കഴിഞ്ഞ വർഷം തൊട്ടാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ അങ്ങേ വർഷം തൊട്ടാണെന്ന് തോന്നുന്നു സിദ്ധാർത്ഥിൻ്റെ പേര് ഇങ്ങനെ വരുന്നുണ്ട് കുറേ ആയിട്ട്. ചിലപ്പോൾ വരാൻ ചാൻസ് കുറവാണ്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥിൻ്റെ പേര് വന്നിട്ടാണ് നമ്മുടെ ഋഷി വന്ന് കയറിയെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സമയത്ത് സിദ്ധാർത്ഥ ഋഷിയും വരുമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഋഷി വന്നതല്ലേ. എന്തായാലും സിദ്ധാർത്ഥ് വരാൻ ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജോനു ഐ തിങ്ക് റോഹൻ നമ്മുടെ ആങ്കറായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നുള്ള നല്ല ചുള്ളനായിട്ടൊരു ചെറുപ്പക്കാരൻ. 2-3 വർഷമായിട്ട് പുള്ളിയുടെ പേര് ഇങ്ങനെ വരുന്നുണ്ട്, വരണം എന്നുള്ളത്. മിക്കവാറും ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉണ്ട്. വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുറച്ച് ചുള്ളൻ പിള്ളേരൊക്കെ വേണമല്ലോ ആ കൂട്ടത്തിൽ. റോഹനും ഉൾപ്പെടുത്താമെന്ന് എനിക്ക് വിചാരിക്കുന്നു. രോഹൻ വരുമെന്ന് തോന്നുന്നു, അറിയില്ല. അതുപോലെ
ദാസേട്ടന് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ രേണുസുധിയെ ടെ കാര്യം പറയുവാണ്. ഫസ്റ്റ് ദാസേട്ടനെ എല്ലാം മറക്കാൻ ഒരു ചാൻസും വളരെ കുറവാണ് ദാസേട്ടനെ മറക്കാൻ. രേണുസുധി വൈറലാകാനുള്ള ഒരു ഏക വ്യക്തി എന്ന് വെച്ചാൽ ദാസേട്ടനാണ്. പുള്ളിയോട്ടുള്ളൊരു ഏതൊരു പാട്ടായിരുന്നു, ആ പാട്ട് പാടി റീൽസ് ചെയ്ത് പിന്നെയാണ് രേണുസുധി ഫേമസ് ആയത്. അപ്പം ആ ദാസേട്ടനും പുള്ളൊരു പാവാൻ തോന്നും. എന്നിട്ട് ആ ദാസേട്ടനും വരാൻ വളരെ ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ സൈനന്ദ്രി ദേവി വരാൻ ചാൻസ് ഒന്നും കാണുന്നില്ല. ഇതെൻ്റെ ആഗ്രഹമാണ്, മനസ്സിലായോ? സൈനന്ദ്രി ദേവി വരാൻ ചാൻസ് ഞാൻ കാണുന്നേ ഇല്ല. അപ്പം ഇതെൻ്റെ ആഗ്രഹമാണ്. സൈനന്ദ്രി ദേവി വരാൻ ഉള്ള ചാൻസ് വളരെ കാണുന്നുണ്ട്. ഓക്കെ, വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അച്ചു സുഗത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അച്ചു സുഗത് നമ്മുടെ സ്വാന്തന സീരിയലിലെ ഇളയ പുത്രനായ അച്ചു സുഗത്, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി സീരിയലിനകത്ത്. അവനെ കുറേ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കാണുന്നുണ്ട്. മിക്കവാറും എനിക്കൊന്നും വേറെ സീരിയലുകളിലൊന്നും കാണുന്നില്ല. മിക്കവാറും ഇതിൽ ബിഗ് ബോസിൽ വരാൻ ചാൻസ് കാണുന്നുണ്ട്. വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ പറയാൻ ഉപ്പുമുളകിലുള്ള ഗൗരി ഉണ്ണിമായ അതായത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉപ്പുമുളകിൽ ഗൗരി ഉണ്ണിമായ വരാനും ചാൻസുകൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു 10 ലിസ്റ്റിൽ ഇപ്പം ഒരാൾ കൂടിപ്പോയി 11 ലിസ്റ്റ് പേരാണ് ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവർ ഇത്രയും പേരും വരാൻ എൻ്റെ ഫസ്റ്റ് പ്രഡിക്ഷൻ ലിസ്റ്റാണ്. ഇതിൽ വരാൻ ചാൻസ് കാണുന്നുണ്ട്. ഇതിൽ മിക്കവാറും 1-2 പേര് വന്നെന്നിരിക്കാം, ചിലപ്പം വന്നില്ലെന്നിരിക്കാം, ആരും വന്നില്ലെന്നിരിക്കാം. അപ്പം ഇങ്ങനത്തെ തന്നെ കുറേ ലിസ്റ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പം നമ്മുടെ ബിഗ് ബോസിൻ്റെ നമ്മുടെ കോമണേഴ്സിനെ എടുക്കുന്ന സംഭവമില്ലേ, അഗ്നി പരീക്ഷയോ എന്തോ സംഭവം നാളെ തൊട്ട് നാളെ തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതുമായിട്ട് വരണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടണം. ഞാനിങ്ങനെ ബിഗ് ബോസിന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാൻ ബിഗ് ബോസിൽ കണ്ടൻസ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ എന്തുമായാലും ഇത്രയും പേര് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം മെയിനായിട്ടുള്ള ആൾക്കാർ എൻ്റെ ഇതിൽ മെയിനായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നിയത്. അപ്പോൾ ഇനി കുറേ ലിസ്റ്റുകൾ ഇങ്ങനെ വരാനുണ്ട്. അപ്പോൾ ആരൊക്കെയായാലും എന്തൊക്കെയായാലും നല്ല ആൾക്കാരെന്നെ വിന്നറായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഫസ്റ്റ് പ്രഡിക്ഷൻ ലിസ്റ്റാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Okay, bye bye.